ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സഹിക്കാൻ പോകുന്ന പടത്തിന്റെ പേരാണ് നമ്പൂതിരി യുവാവ് അറ്റ് 43 സ്റ്റിൽ ബാച്ചിലർ. ഇത് ബയോഡാറ്റ അല്ലാട്ടോ, ഈ പടത്തിന്റെ പേരാണ്. തിയേറ്ററിലൊക്കെ പോയിട്ട് ഈ പടത്തിന്റെ പേര് പറഞ്ഞു കഴിയുമ്പോഴേക്കുണ്ടല്ലോ ആ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ ഉറങ്ങിണ്ടാവും. ഒരു പേരിട്ടിരിക്കുക, നമ്പൂതിരി യുവാവ് അറ്റ് 43 സ്റ്റിൽ ബാച്ചിലർ. കളിക്കുന്നില്ല, മനുഷ്യനെ മെനക്കെടുക്കാതെ പോവാൻ നോക്കും. അപ്പൊ കഥയിലേക്ക് വന്നാൽ ഇതാണ് നമ്മുടെ നമ്പൂതിരി യുവാവ് ജയന്തൻ. 43 വയസ്സായിട്ടും കല്യാണം നടക്കാത്ത യുവാവാണ് ജയന്തൻ. ഡിഗ്രി ഡബിളാന്നേ ഉള്ളൂ, ഞാൻ സിംഗിളാ. ഐ ശുദ്ധ ഹാസ്യം മരിച്ചിട്ടില്ല. എനിക്കല്പം അടിച്ചു പൊളിച്ച് ജീവിക്കാനാ താല്പര്യം. വേണോ വെച്ചാ വേലയ്ക്ക് ശേഷം പഴയ 4 കെട്ടൊന്ന് അടിച്ചു പൊളിച്ചു പണിയാം. എന്താ അങ്ങനെ ആ പെണ്ണ് കാണലും മുടങ്ങി. വെറുതെ അല്ല ഇത്രയും കാലമായിട്ട് ഇയാൾക്ക് പെണ്ണ് കിട്ടാത്ത. ട്രെൻഡി ആവാ മോഹം ഇല്ലാത്തോണ്ടല്ല വാസേവാ, നേരം ഇല്ലേ? വേളിയും കൂട്ടി ഒന്ന് സിനിമയ്ക്ക് പോവാന്ന് വിചാരിച്ചാ പോലും പകരം അമ്പലത്തിൽ പൂജയ്ക്ക് ആളെ കിട്ടണ്ടേ? ഓ അത്രയ്ക്ക് ബിസിയാണ് നമ്മുടെ ജയന്തൻ. ഇനി എന്ത് കൂട്ടമ്മേ, വയസ്സ് 43 ആയേ. തിരുമേനി ഒരു പുഷ്പാഞ്ജലി. മായ തിരുവോണം ഇല്ലേ? സംശയിക്കണ്ട, പേരും നാളെ തിരുമേനിക്ക് ബൈഹാത്താ. ഇത് കണ്ടിട്ടാടേണ്ട കണ്ണഞ്ചേമ്പേ. ഇന്ന് ഫിസിക്സ് അല്ലേ? ആ ഓംസിലായും കിർച്ചോസിലായും ഒന്ന് നോക്കി പൊക്കോളൂ, വളരെ ഇമ്പോർട്ടന്റാ. ബ്രില്യന്റ്, താൻ ആള് കൊള്ളാമല്ലോ, ഒരു സർവ്വവിജ്ഞാനകോശം തന്നെ. തിരുമേനി പറഞ്ഞ വഴിപാടുകളൊക്കെ കഴിച്ചു, ജപിച്ചു തന്ന പഞ്ചസാരയും കൊടുത്തു. മരുമോന്റെ മദ്യപാനത്തിന് ഒരു കുറവുമില്ല. മദ്യപാനം കുറയ്ക്കാൻ പഞ്ചസാരയും അവില് നനച്ചതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. അതാ വെള്ളടിക്കുന്ന ആൾക്കൂടി തോന്നണം, മനസ്സിലായോ? എല്ലാം ശരിയായിക്കോളും. പിന്നെ ഒരു 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന കുടുംബയോഗാണ്. ഞാൻ 18കാരിയെ വേളി കഴിച്ച് സുഖമായിട്ട് ജീവിക്കണമെന്നാ അവളുടെ ആഗ്രഹം. തെക്കോട്ട് നോക്കിയിരുന്നോ? അത് തന്നെ. നീ അന്ന് പറഞ്ഞ ആലോചനയുടെ കാര്യം എന്തായി? കുട്ടിയെ കൂന്നിട്ടും പോയി കണ്ടിരിക്കണു. ആ കുട്ടിയോട് എന്നെ ആഗ്രഹിക്കണ്ടെന്ന് പറയുമേ. ജയന്തന് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഒരു മന്ത്രി, ഒരു ഡോക്ടർ, ഒരു ഫോട്ടോഗ്രാഫർ, പിന്നെ നമ്മുടെ മൊല്ലാക്ക. അങ്ങനെ ഷൂസൈഡിന് ശേഷം ഇതാ വരുന്നു നമ്മുടെ ടോം ക്രൂസിന്റെ പുതിയ സാധനം Let me finish off. Cool. Comfort her. Be more romantic. ഇതാ പറയുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ട്യൂൺ ചെയ്യാൻ പഠിക്കണോ? ട്യൂണോ? അല്പസ്വല്പം കർണാട്ടിക് വശമുണ്ടേ. ഹായ് ഡിയർ. ഇതൊക്കെ സ്ക്രിപ്റ്റിലുള്ളത് തന്നെയാണോ അതോ കയ്യിൽ ഇടണാണോ? എന്തേ? അല്ല അറിയാഞ്ഞിട്ട് ചോദിക്കുക. Cool man. എന്തായാലും വല്ലാണ്ട് അങ്ങോട്ട് ജീവിച്ച് കാണിക്കണ്ട, അഭിനയിച്ചാ മതി. അങ്ങോട്ട് കേറി കേറി പോവുക. Cool man. ആ വിവരം കേട്ടവൻ ഇങ്ങനെ കേറി ഉമ്മ വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ ജയന്തന്റെ കൂട്ടുകാരനായ തോമസ് ജയന്തന് മഠത്തിൽ താമസിക്കുന്ന ഒരു പാവം പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ റെഡിയാക്കി കൊടുക്കുകയാണ്. ഒറ്റ കുഴപ്പമുള്ളൂ, പെൺകുട്ടിക്ക് 18 വയസ്സാണ് പ്രായം. അതിച്ചിരി കൂടുതലല്ലേ? അങ്ങനെ ജയന്തൻ തന്റെ പ്രാണസഖിയെ ആദ്യമായിട്ട് കാണുകയാണ്. ഓ ഇയാളുടെ വല്ലാത്ത ഇമാജിനേഷൻ തന്നെയാണ് കേട്ടോ. 2 വിഷുചക്രം കൂടി കത്തിച്ചിടായിരുന്നു ഒരു ഭംഗിക്കേ. ഇനി പതായിട്ട് എന്തിനാ കുറയ്ക്കുന്നു? ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. ഇയാൾക്ക് എന്താണ് വയ്യേ? സന്ധ്യാദീപം നമോസ്തുതേ. ഇയാളുടെ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടിട്ട് ഇതും ഏകദേശം ഒരു തീരുമാനമായി എന്നാണ് തോന്നുന്നത്. എനിക്ക് സമ്മതം. ആ പെൺകുട്ടി കല്യാണത്തിന് സമ്മതിക്കുകയാണ്. ഇനി ജയന്തന്റെ ഇമാജിനേഷനിലുള്ള ഒരു റൊമാൻറ്റിക് സോങ്. പക്ഷെ ജയന്തന്റെ ഇമാജിനേഷൻ ഇത്തിരി പ്രശ്നമാണ്. തേങ്ങ കൂട്ടിയിട്ട സ്ഥലത്തൊക്കെയാണ് ഇയാളുടെ റൊമാൻറ്റിക് സോങ്. ഈ പാട്ടില് ജയന്തൻ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല, ഡാൻസ് മൊത്തം കളിക്കുന്നത് ആ നായികയാണ്. എന്താ തൂറാൻ മുട്ടുന്നു? അതേടാ. അങ്ങനെ ജയന്തന്റെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ജയന്തന്റെ ആദ്യ രാത്രി വന്നെത്തി. എന്റെ റഹ്മാനെ അമാന്തിച്ച് നിൽക്കാതെ പിടിപിടിന്നാവട്ടെ. എന്താ പുടി കിട്ടിയില്ല? ഇതിപ്പോ പോട്ടന്റെ ലോട്ടറി അടിച്ച പോലെ. A few moments later. സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുന്ന പ്രായ കുട്ടിയുടെ കുറച്ച് ഒതുങ്ങി ജീവിക്കാനാ ആഗ്രഹേ. എന്താ കുട്ടി ഒന്നും മിണ്ടാത്തെ? അതിന് നിങ്ങളുടെ തൊള്ള ആദ്യം അടച്ചാലല്ലേ അവർക്ക് വല്ലതും പറയാൻ പറ്റൂ. സംസാരിച്ചു തുടങ്ങിയ വായിലെ വെള്ളം വറ്റുന്നവരെ സംസാരിക്കുവേ. ഇതൊക്കെ എന്നോട് പറയുന്നേ. ഇപ്പോഴത്തെ ട്രെൻഡ് വലിയ നിശ്ചയില്ലേ? പാല് കുടിക്കുന്നതിലൊക്കെ എന്ത് ട്രെൻഡ്? തൊള്ളേക്ക് അങ്ങോട്ട് കമത്തുക, അതന്നെ. അതിലിപ്പോ വലിയ ട്രെൻഡ് ഒന്നുമില്ല.
ഇതിപ്പോ ആദ്യം ഞാനാണോ അതോ താനാണോ? ഓ, ആദ്യം താൻ തന്നെയായിരിക്കും. വയസ്സ് 43 ഇതിപ്പോ ആദ്യം ഞാനാണോ? ഇതിനു വേണ്ടി കമൽഹാസനെ വിളിച്ചോണ്ട് വരാൻ പറ്റുമോ? നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. കുറച്ച് ആള് ഓളുടെ തഞ്ചത്തിന് നിന്ന് കൊടുക്ക്, ബാക്കി സൂത്രപ്പണികൾ പിന്നീട് ആലോചിക്കാം. ഇപ്പൊ അതിന്റെയൊക്കെ ആവശ്യം എന്താ പ്രശ്നം എന്ന് ഭാര്യയുടെ അടുത്ത് നേരിട്ട് ചോദിച്ചാ പോരെ? നിങ്ങളെ ചങ്ങായില്ല ഫോട്ടോ പിടുത്തക്കാരൻ, ഈ കാര്യത്തില് ഓ കിങ്കരനാ. അങ്ങനെ ഭാര്യയോടൊന്ന് തുറന്ന് സംസാരിക്കാൻ പോലും മെനക്കെടാതെ ഇയാള് കൂട്ടുകാരന്റെ ഉപദേശം തേടിപ്പോയി. പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എടോ, എന്താ പ്രശ്നം എന്ന് അവരോട് ചോദിക്കി. തന്റെ ഭാര്യ അവരല്ലേ, അല്ലാതെ ഈ മൊല്ലാക്കാനെയാണോ താൻ കെട്ടിക്കണ്? ഇയാളെന്താ ഗ്രഹിണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടം കണ്ട പോലെ? എന്റെ അമ്മാവ ഒന്ന് വിട്ടുപിടി, ഈ അഭ്യാസമൊക്കെ വീട്ടിൽ പോലെ. ഇയാളെ കുറ്റം പറയാൻ പറ്റില്ല. വീട്ടില് പറ്റാത്തതല്ലേ ഇപ്പൊ തിയേറ്ററില്. ഏയ് ഡോണ്ട് ബി ഡെസ്പറേറ്റ്, ദാറ്റ്സ് ഗുഡ്. ഒരു കാപ്പി. നോ ജയന്തൻ, 2 പോംഗ്രനേറ്റ് ജ്യൂസ്. ബോംബ് ഗ്രനേഡ് ജ്യൂസോ? പോംഗ്രനേറ്റ് ജ്യൂസ്. சேர்த்து பேசும்போது சைலண்டா இருக்குது, பிரிச்சு பேசினா വയലന്റാ வருது. ജസ്റ്റ് കുറച്ച് നാളത്തേക്ക് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ താനൂർ റൗണ്ട് വാ. അങ്ങനെ ജയന്തൻ ഡോക്ടറുടെ ഉപദേശപ്രകാരം ശാന്തി പണി ഉപേക്ഷിച്ച് മെഡിക്കൽ റെപ്പായിട്ട് ഏതോ ഒരുത്തന്റെ കൂടെ പോവുകയാണ്. ചൊറിയാണെങ്കിൽ പോയി ഡോക്ടറെ കാണിക്കടോ, ഒരു ബീജമാണത്രേ. ചൊറി 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 ചൊറി. ഇവനാണ് തരുൺ. ഇവനൊരു ചെറ്റയാണ്. എന്റെ ഭാര്യനെ കൊണ്ട് കറങ്ങാൻ. നിനക്ക് നിന്റെ ഭാര്യയെ കൊണ്ടു നടക്കാൻ കപ്പാസിറ്റി ഇല്ലെങ്കിൽ ആണുങ്ങൾ കൊണ്ടുപോകും. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഒരു ലോഡ് ഫലിതങ്ങളുമായി ജയന്തൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇതാ കടന്നു വരികയാണ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ സുഹൃത്തുക്കളെ, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. താൻ ഫേസ്ബുക്കിലൊന്നും ഇല്ലേ? ഉണ്ടെങ്കിൽ പണ്ടേ നമുക്ക് ചാറ്റ് ചെയ്യായിരുന്നു. ചാറ്റ് ചെയ്തിട്ടില്ലേ? ചാറ്റ് ചെയ്തിട്ട് ചീറ്റ് ചെയ്യപ്പെട്ടവരുമായിട്ടാ ഇടയ്ക്ക് ചാറ്റ് ചെയ്യാറ് അമ്പലത്തിലേ. തന്റെ ഹ്യൂമർ സെൻസിന് ഒരു കുറവുമില്ല. ഇത് ഹ്യൂമർ സെൻസ് അല്ല, നോൺ സെൻസ് ആണ്. വെറും ടീച്ചറല്ല, ലെക്ചററാ. ഒടുക്ക ലെക്ചർ അടിച്ച് നടന്ന താൻ ഒരു ലെക്ചറായി. ഭാര്യ അടുപ്പിക്കാത്തത് കൊണ്ട് അമ്പിയായ ജയന്തൻ ഭാര്യയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി റെമോ ആയിട്ട് മാറുകയാണ്. ഇയാൾ ഒരു ദിവസം എത്ര എണ്ണം ഇടുന്നു? ഇതെന്തത്, ജെട്ടിയുടെ കച്ചവടം ഉണ്ടോ? ആ കൊച്ചിന്റെ ജീവിതം തകർക്കാനാ തരുണിന്റെ പരിപാടി. എനിക്ക് തോന്നുന്നു ആ കുട്ടിയെ രക്ഷിക്കേണ്ടത് എന്റെ നിയോഗാന്ന്. ഓ, ഇയാളൊരു സ്പൈഡർമാൻ വന്നിക്കണു. വന്ന് പോടോ. ആദ്യം സ്വന്തം വീട്ടിലത്തെ പ്രശ്നം തീർക്ക്, എന്നിട്ടല്ല നാട്ടിലത്തെ പ്രശ്നം. ആ കുട്ടിയെ രക്ഷിക്കേണ്ടത് എന്റെ നിയോഗാന്ന്. അല്ലെങ്കിൽ ശാന്തി ചെയ്തോണ്ടിരുന്ന ഞാൻ ഈ വേഷവും കെട്ടി ടൗണിലെത്തണോ? ഈ വേഷം എന്നൊക്കെ പറയാൻ അയൺമാന്റെ സൂട്ടൊന്നും അല്ലല്ലോ താൻ ഇട്ടക്കണ്. ആ കുട്ടിയെ രക്ഷിക്കേണ്ടത് എന്റെ നിയോഗാന്ന്. ഓ, നാട് കാത്തിരുന്ന രക്ഷകനാണല്ലോ ജയന്തേട്ടൻ. അങ്ങനെയൊക്കെ ഒരു കാലം വരികയാണെങ്കിൽ അതിന് ഒരർത്ഥമുള്ളൂ, ലോകം അവസാനിക്കാറായി. ജയന്തൻ അയാളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഭാര്യയെ ഇംപ്രസ് ചെയ്യാൻ നോക്കി. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും വഞ്ചി കരക്കടുക്കണില്ല. അതുകൊണ്ട് അവസാനം അയാൾ രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ഇറങ്ങി തിരിച്ചു. പെടക്കണ മത്തിയെ മുമ്പിൽ വെച്ചിട്ട് എത്ര കാല പൂച്ച വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക. ജയന്തൻ സ്പൈഡർമാനായിപ്പോ ഭാര്യ വോൾവറിനായി. അവിടെ ഒരു ഫ്ലാഷ് ബാക്ക്. ഡോക്ടർ തോമസ് ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. ഒരു ദിവസം അയാള് വേറെ ഒരാൾക്ക് മരുന്ന് മാറിയിട്ട് ഈ ഡ്രഗ് കുത്തിവെച്ചു. അങ്ങനെ അയാള് അയാളുടെ അനിയത്തിയെ, അതായത് നമ്മുടെ ജയന്തന്റെ ഭാര്യയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അതോടെ അവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ആ ഒരു പ്രശ്നം തീർക്കാനുള്ള ഒരു സൊല്യൂഷൻ അതായിരുന്നു ജയന്തൻ. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല, നല്ല കൂട്ടുകാരൻ. ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടാണ് ഇയാള് ഫ്രണ്ട്ഷിപ്പിന്റെ മാഹാത്മ്യം പാടി നടന്നുണ്ടായിരുന്നത്. ഏത് വൈദ്യശാസ്ത്രത്തിനും അപ്പുറം ഒരു ഭർത്താവ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ മതി ഭാര്യയുടെ പ്രയാസം മാറാൻ. ഇത്രയും കാലമായിട്ട് മാറിയില്ലല്ലോ, അപ്പൊ ഇയാള് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ ജയന്തൻ സൈക്കോളജിസ്റ്റിന് പോലും മാറ്റാൻ പറ്റാത്ത ഭാര്യയുടെ മാനസിക വിഭ്രാന്തി മാറ്റിയെടുക്കുകയാണ്. ദാ ഇങ്ങനെ.
അതായത് ദേവി മഹാത്മ്യം കാണുന്നത് ഒഴിവാക്കിയിട്ട് അയാൾ വെറുതെ അല്ല ഭാര്യ കാണാൻ തുടങ്ങി. അപ്പൊ ഭാര്യയുടെ കുഴപ്പങ്ങളൊക്കെ മാറി. പിന്നെ ഇടയിൽ ഇയാൾ കുറെ ചന്ദനൊക്കെ എടുത്ത് വരയ്ക്കുന്നു കണ്ടു. അതെന്തിനാന്നാവോ? അങ്ങനെ എല്ലാ നദിയും അവസാനം അറബിക്കടലിലേക്ക് എത്തുന്ന പോലെ അയാൾ കറങ്ങി തിരിഞ്ഞ് അവിടേക്ക് തന്നെ എത്തി. ഇതെന്താ ഇയാൾ ചെയ്ത് കൊന്നോ? ബോധം കെടുത്തി കളഞ്ഞല്ലേ എന്നടാ ഉണ്ടായ. എടോ എന്തെങ്കിലും പറയണ്ടെങ്കിൽ ഒന്ന് തൊള്ള തുറന്ന് പറയടോ, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജയന്തന് ഇരട്ട കുട്ടികൾ ജനിച്ചു, അതും ഇത്ര പെട്ടെന്ന്. എന്തായാലും അതോടുകൂടി പടം കഴിഞ്ഞു. വീട്ടില് ഭാര്യയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ തുറന്ന് സംസാരിക്കുക, അല്ലാതെ ജയന്തൻ ചെയ്ത പോലെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ കാട്ടിക്കൂട്ടരുത്. കാരണം എന്താന്ന് വെച്ചാൽ ശരിക്കുള്ള ജീവിതത്തിൽ ചന്ദന അരച്ചാലൊന്നും പ്രശ്നങ്ങൾ തീരില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. അതാണ് നമ്മൾ ഈ പടത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. ഇനി ജയന്തേട്ടന്റെ ഒരു എൻഡ് ക്രെഡിറ്റ് സോങ് ആണ്. അത് നിങ്ങൾ സൗകര്യം പോലെ യൂട്യൂബിൽ ഇരുന്ന് കാണുക. എനിക്കൊന്നും വയ്യ. എനിക്ക് വേറെ പണിയുണ്ട്.